Hey all, welcome back to my channel. അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി ഡേ 1 ഇതാ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു 6 hours ടാർഗറ്റാണ് യൂഷ്വലി വെക്കാറ്. അപ്പോൾ അങ്ങനെ ഒരു ടാർഗറ്റും പ്ലാനും ഒക്കെ തന്നെയായിരുന്നു ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പ്രീവിയസ് ഡേ. പക്ഷേ എനിക്ക് 7 hours കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ആക്ച്വലി അതിനേക്കാളും കൂടുതലുണ്ട്. പക്ഷേ ഞാൻ പ്രോപ്പർ പ്ലാൻ ചെയ്ത് ടൈമൊക്കെ സെറ്റ് ചെയ്ത് പഠിച്ചതിൽ 7 hours എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ അതിൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡും ഹാപ്പിയാണ്. ഡേ 1 അങ്ങനെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. എൻ്റെ കൂടെ എത്ര ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുണ്ട് എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ജോയിൻ ചെയ്ത എല്ലാവർക്കും നിങ്ങൾ സെറ്റ് ചെയ്തൊരു ടാർഗറ്റ് നിങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി അല്ലെങ്കിൽ കുഴപ്പമില്ല, കാരണം നമുക്ക് കമ്മിങ് ഡേയ്സ് ഉണ്ടല്ലോ. ഈ ഒരു 21 days എന്ന് പറയുന്നത് നമുക്കൊരു ഐസ് ബ്രേക്കിംഗ് സെഷൻ പോലെ എടുത്തിട്ട് ബാക്ക് ടു ട്രാക്ക് വരാൻ നോക്കുക. ഈ ഒരു ഡിഗ്രി പ്രിലിംസിന് നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ ആ റിവിഷന് വേണ്ടിയിട്ട് ഈ ഒരു ടൈം യൂട്ടിലൈസ് ചെയ്യുക. കാരണം എക്സാമിനോട് അടുക്കുന്ന സമയത്ത് കുറേ പഠിച്ചു കഴിയുമ്പോൾ നമുക്കൊരു ഓവർ കോൺഫിഡൻസ് വരും. പഠിച്ചു കഴിഞ്ഞല്ലോ, ഇനി റിവിഷൻ എനിക്ക് അറിയാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ റിവൈസ് ചെയ്യാതെ മാറ്റി വെക്കുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ ഇനി കൂടുതൽ പഠിക്കാതെ റിവിഷന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു ചാലഞ്ച് മെത്തേഡ് ഫോളോ ചെയ്തിട്ട് റിവൈസ് ചെയ്യുക. പഠിച്ച് എവിടെ എത്തിയിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഇത് നന്നായിട്ട് ഫുൾ കംപ്ലീറ്റ്ലി ആയിട്ട് കവർ ചെയ്യുക. ബാക്കിയുള്ള ഏരിയാസും കൂടെ ജസ്റ്റ് ഒന്ന് പഠിച്ച കാര്യങ്ങളിൽ കൂടുതൽ പഠിക്കാതെ പഠിച്ച കാര്യങ്ങൾ ബ്രഷപ്പ് ചെയ്യുക. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഞാൻ പറഞ്ഞ പോലെ ഡെയിലി പ്രാക്ടീസ് ചെയ്യുകയും കൂടെ ചെയ്താൽ അറ്റ്ലീസ്റ്റ് ക്വാളിഫൈ ചെയ്യാനെങ്കിലും നമുക്ക് പറ്റും. അല്ലെങ്കിൽ അതിനൊരു ചാൻസ് ഉണ്ട് എന്നുള്ളത് പറയാൻ പറ്റും ഡിഗ്രി പ്രിലിംസിനെ സംബന്ധിച്ചിടത്തോളം. അല്ലാതെ എന്തായാലും കിട്ടുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അറിയാലോ, അത്രയും വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് ആണ്. എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക, അതുപോലെ തന്നെ ഏത് ലെവലിലായിരിക്കും എക്സാം എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കൂടുതൽ ഈസി ആക്കുകയാണെങ്കിൽ കട്ട് ഓഫ് എന്തായാലും ഉയരും. ടഫ് ആക്കുകയാണെങ്കിൽ ആരൊക്കെ ആ ലിസ്റ്റിൽ ഉണ്ടാവും, എങ്ങനെയൊക്കെ ആയിരിക്കും ആ ഒരു ക്വാളിഫയിങ് ലിസ്റ്റ് എന്നുള്ളത് നമുക്ക് പറയാനും പറ്റില്ല. അപ്പം എൻ്റെ ഒരു പ്ലാനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഇന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് റിനൈസൻസ്, അതുപോലെ മാത്സിൻ്റെ ഒരു PYQൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. കറണ്ട് അഫയേഴ്സും ന്യൂസ് പേപ്പർ റീഡിങ് ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് മടിയുള്ളൊരു കാര്യമാണ്, പക്ഷെ അതിപ്പോൾ ഞാൻ റെഗുലറായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ മാത്സിൽ ടോപ്പിക് വൈസ് ഞാൻ പഠിക്കുന്നുണ്ട്, അതും ഇന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇംഗ്ലീഷും പിന്നെ ജോഗ്രഫി എന്നുള്ളൊരു ടോപ്പിക്കുമാണ്. അപ്പം ഞാനിപ്പം ഇംഗ്ലീഷാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു ഈ ഒരു വലിയൊരു ബ്രേക്കിന് ഇടയിൽ കുറേ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ലക്ഷ്യേൻ്റെ ഡിഗ്രി പ്രിലിംസിൻ്റെ ഓൺലൈൻ ക്ലാസ് ആണ് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ആ ഒരു ക്ലാസ്സിനെ കുറിച്ചും ആ ഒരു കോഴ്സിനെ കുറിച്ചൊക്കെ എനിക്ക് കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട്. അത് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല, കാരണം നമ്മൾ ടോപ്പിക്കിൽ നിന്ന് മാറിപ്പോവും. സോ അത് സക്സസ്ഫുൾ ആയിട്ട് ഓക്കെ ആയിട്ട് നടക്കുന്നില്ല എന്ന് കണ്ടപ്പം ഞാൻ ഒരു ഓഫ്ലൈൻ ക്ലാസ്സിന് ഇവിടെ അടുത്ത് തന്നെയുള്ള ഒരു ക്ലാസ്സിന് ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ അതാകുമ്പോൾ നമുക്കൊരു റെഗുലർ ആയിട്ടൊരു ട്രാക്കിൽ പോവുകയും ചെയ്യാം. പിന്നെ നമ്മൾ ആൾക്കാരെ മീറ്റ് ചെയ്യുമ്പോൾ എനിക്ക് അതാണ് കുറച്ചുകൂടി നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്. സോ അതുകൊണ്ട് അങ്ങനെ ഞാൻ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ റിനൈസൻസിൻ്റെ ടോപ്പിക്കിൽ ഇൻക്ലൂഡ് ചെയ്തത്. ഞങ്ങൾക്ക് അതായിരുന്നു ക്ലാസ് ഉണ്ടായിരുന്നത്. സോ ഓൾറെഡി കവർ ചെയ്ത് റിനൈസൻസ് ലീഡേഴ്സും അതുപോലെ തന്നെ ഇന്ന് ക്ലാസ്സിൽ എടുത്തതും കൂടി കവർ ചെയ്ത് ഒന്ന് റിവൈസ് ചെയ്യാം. സോ ആ ടോപ്പിക്ക് സെറ്റ് ആവുമെന്ന് വെച്ചിട്ട് അത് ഞാൻ പ്ലാൻ ചെയ്തു. അതുകൂടാതെ തന്നെ മാത്സ് കുറച്ച് PYQs ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് തന്നെ ഞങ്ങൾക്ക് പ്രിലിംസ് ആയല്ലോ ഡേറ്റ്, അതുകൊണ്ട് അവിടെ നിന്ന് ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കുറച്ച് വർക്കൗട്ട് ചെയ്ത് നോക്കി. അപ്പം എല്ലാ ക്വസ്റ്റ്യൻസും ഒന്നും എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല, എന്നാലും സ്റ്റിൽ വർക്കിംഗ് ആണ് അതിൽ. പിന്നെ അതുകൂടാതെ തന്നെ ഇംഗ്ലീഷാണ് പിന്നെ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം സോ ഇംഗ്ലീഷ് കവർ ചെയ്ത സമയത്ത് ഞാൻ ടോപ്പിക് വൈസാണ് ഇപ്പോൾ കവർ ചെയ്യുന്നത്. ഞാൻ ഇംഗ്ലീഷ് ആണല്ലോ എൻ്റെ സബ്ജക്റ്റ്. അപ്പോൾ അത് ഞാൻ നല്ല കോൺഫിഡൻ്റ് ആണെങ്കിൽ പോലും നമുക്ക് ഇടയ്ക്ക് നന്നായിട്ട് അറിയുന്ന ടോപ്പിക്സ് വരുമ്പം ചിലപ്പോൾ നമുക്ക് കൂടുതൽ ആലോചിച്ച് ചിന്തിച്ച് കൂട്ടി നമ്മൾ റോങ് ആയിട്ടുള്ള ഓപ്ഷൻസ് കറക്റ്റ് ചെയ്യാൻ മീൻസ് ഓപ്റ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ടോപ്പിക് വൈസ് ഒന്നും കൂടി എടുത്ത് നന്നായിട്ട് മിസ്റ്റേക്സ് ഒന്നും വരാത്ത രീതിയിൽ പഠിച്ച് ക്ലിയർ ആക്കി പോകുന്നുണ്ട്. പിന്നെ അല്ലാതെ മാത്സും ടോപ്പിക് വൈസ് എടുക്കുന്നുണ്ട്. മലയാളം ക്ലാസ്സിൽ നിന്ന് എടുക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് യൂഷ്വലി ഞാൻ പഠിക്കാറ്. അതിൻ്റെ കൂടെ റാങ്ക് ഫയലും കൂടെ വെച്ചിട്ട് എക്സ്ട്രാ പോയിന്റ്സും ആഡ് ചെയ്ത് പഠിക്കും, അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ ഇന്നിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കോൺകോഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ കവർ ചെയ്യാത്ത ഒരു ഏരിയ ആണെങ്കിൽ പ്രിലിംസിന് അത് കവർ ചെയ്യാതെ ഒരിക്കലും പോകരുത്. ആ ഒരു ഏരിയ നന്നായിട്ട് കവർ ചെയ്താൽ എന്തായാലും ഒരു മാർക്ക് നമുക്ക് കിട്ടും. അത് എക്സ്പെക്റ്റഡ് ആണ്. ഒരു 90% ഷുവറാണ് ആ ഒരു ക്വസ്റ്റ്യൻ, ആ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്നത്. അതെങ്ങനെയാണെന്ന് പറയാൻ പറ്റും. ചിലപ്പോൾ ഡയറക്റ്റ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ടൈപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ സ്പോട്ടിംഗ് ദ എറേഴ്സ് രീതിയിലൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്.
അങ്ങനെ അത് കഴിഞ്ഞിട്ട് ജെറിൻ സാറിൻ്റെ ക്ലാസ് ആസ് യൂഷ്വൽ ഞാൻ പറയുന്ന പോലെ അത് കണ്ടിട്ട് ഞാൻ മാത്സിലൊരു ടോപ്പിക് കവർ ചെയ്തു. സിമ്പിൾ ടോപ്പിക്കാണ്, ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തു. പിന്നെ ചെറിയ ഏരിയാസ് വരെ മിസ്റ്റേക്ക് വരണ്ടെന്നുള്ളതിൽ. അത് കഴിഞ്ഞിട്ട് കറണ്ട് അഫയേഴ്സും പിന്നെ ന്യൂസ് പേപ്പർ റീഡിങ് ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ അതിനും ഇമ്പോർട്ടൻസ് കൊടുത്ത് അതും റീഡ് ചെയ്തു. പിന്നെ ജോഗ്രഫിയിലെ ഭൂമിയുടെ ഉള്ളറ എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ് ഞാൻ ഇന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും കൂടെ ഫൈനലി കവർ ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ സെഷൻ വൈൻഡപ്പ് ചെയ്തിട്ടുള്ളത്. ആക്ച്വലി എൻ്റെ പ്ലാനിൽ ഒരു PYQയും കൂടെ ആഡ് ചെയ്യാറുണ്ട്. ഇന്ന് ഞാൻ ചെയ്യാതിരുന്നത്, ഇന്ന് ക്ലാസ്സിൽ പോയി എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അവിടുന്ന് എക്സാം ഡേ ആയിരുന്നു, അവിടുന്ന് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തത് കൊണ്ടാണ് ഞാൻ വീണ്ടും ഒരു PYQ ചെയ്യാതിരുന്നത്, സോൾവ് ചെയ്യാതിരുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഹോപ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത്. എനിക്കിത് യൂസ്ഫുൾ ആയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി എന്തൊക്കെ വീഡിയോസാണ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണം, ഏത് ടോപ്പിക്സ് എങ്ങനെയാണ് കവർ ചെയ്യേണ്ടത് പഠിക്കുന്ന കാര്യത്തിലോ, എന്നെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ അല്ലെങ്കിൽ എനിക്കറിയാവുന്നതാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാനതൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.